നമസ്കാരം സാർ. നമസ്കാരം. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയം അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽക്കാർക്കും വിദൂരസ്ഥ രാജ്യങ്ങൾക്കും നൽകുന്ന വളരെ സൂക്ഷ്മമായ ഒരു ജനാധിപത്യ പാഠം എന്തായിരിക്കും? അത് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ബംഗ്ലാദേശ് ഒരു യാദൃച്ഛികതയല്ല. ബംഗ്ലാദേശിലെ ഈ സമരങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് ജോർജ് സോറസും അദ്ദേഹത്തിൻ്റെ സംഘടനകളുമാണ്. തുടക്കത്തിലേ ഉണ്ട്. അലക്സാണ്ടർ സോറസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയിലെ മൂത്ത മകനുണ്ട്. ആ രണ്ടാം ഭാര്യയിലെ മൂത്ത മകൻ എക്സ്ക്ലൂസീവായിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മോന് കൊടുത്തിരിക്കുന്ന വകുപ്പ് അതാണ്. അയാളുടെ വകുപ്പ് അതാണ്. ഓരോ മക്കൾക്ക്, ഇയാൾക്ക് 5 മക്കളുണ്ട്, അതിലൊരുത്തൻ കലാകാരനുമാണ്. 5 പേർക്കും കൊടുത്തിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ പ്രവർത്തനത്തിന് സഹായിക്കാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒരാൾ ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഹ്യൂമൻ റൈറ്റ്സിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യുന്നു. അവസാനത്തെ കക്ഷിയാണ് കലാകാരൻ, അയാൾ കലാരംഗത്തും വർക്ക് ചെയ്യുന്നു. അവിടെയുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫണ്ടിങ്, സോറസിൻ്റെ ഫണ്ടിങ്ങാണ് കൊടുക്കുന്നത്. സോറസ് ഈ നെറികെട്ട പണി ചെയ്ത് ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അങ്ങോട്ട് കൊടുക്കുകയാണ്. അതാണ് ഈ ഫണ്ടായിട്ട് വരുന്നത്. ഇനി ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചതെന്ന് എടുത്ത് നോക്ക്. ബംഗ്ലാദേശിൽ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ആയിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. അവൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരുന്ന പ്രതിപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായില്ല. അവർ ബഹിഷ്കരിക്കുകയും നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എന്നതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് പ്രഖ്യാപിക്കരുത്. ഇല്ല, അത് ശരിയല്ലല്ലോ. അത് ശരിയല്ല. ജനാധിപത്യത്തിൽ അത് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് അതിനെ ഡീമോറലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ ഡീമോറലൈസ് ചെയ്തു, അവിടെ കോടതിയെ ഡീമോറലൈസ് ചെയ്തു, എക്സിക്യൂട്ടീവിനെ ഡീമോറലൈസ് ചെയ്തു, മിലിറ്ററിയെ ഡീമോറലൈസ് ചെയ്തു. ഇങ്ങനെ ഏതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടോ അതിനെയൊക്കെ ഡീമോറലൈസ് ചെയ്തു, പാർലമെൻറ്റ് അടക്കം. എന്നിട്ട് എന്ത് ചെയ്ത്? ഇത്രയും ജനങ്ങളുടെ പിന്തുണയോടുകൂടി വന്ന ഗവൺമെൻറ്റിന് ഒരു സർവകലാശാലയിൽ 1000-2000 വരുന്ന വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ഓവർത്രോ ചെയ്ത് അതിനെ മാറ്റിക്കളഞ്ഞു. ഇതൊരിക്കലും ജനാധിപത്യ രീതിയല്ല. ഇനി നമുക്ക് ക്യാമറ നേരെ ഇന്ത്യയിലേക്ക് തിരിക്കാം. മാഷ്ട ചോദ്യം അതാണ്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ജോർജ് സോറസിൻ്റെ വകയിലെ കൊച്ചുമകനാണ്, ബന്ധുള്ള ഡയറക്റ്റ് റിലേറ്റീവാണ് രാഹുൽ ഗാന്ധി. കാരണം BK നെഹ്റുവിൻ്റെ ഭാര്യയുടെ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻ അല്ല, BK നെഹ്റുവിൻ്റെ ഭാര്യ, ആ BK നെഹ്റുവിൻ്റെ ഭാര്യയും ജോർജ് സോറസിൻ്റെ അമ്മയും ഫസ്റ്റ് കസിൻസാണ്. അല്ലാണ്ട് ഇൻഡയറക്റ്റ് അല്ല റിലേഷൻ. ജോർജ് സോറസ് ഇവിടെ ഓരോ സന്ദർഭത്തിലും പ്രത്യേക വിമാനം പിടിച്ചിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് ഇവരെ സന്ദർശിക്കാറുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കെല്ലാം സഹായം ചെയ്തുകൊണ്ട് ഫണ്ടിങ് ഏജൻസിയാണ് ജോർജ് സോറസ്. 5000 കോടി രൂപ, $5000 കോടി മോദിയെ ഡീത്രോൺ ചെയ്യാൻ വേണ്ടിയിട്ട് താൻ സ്പെൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് ജോർജ് സോറസ്. ശരി, അല്ലാണ്ട് വെറുതെ ഒന്നുമല്ല. ഈ ജോർജ് സോറസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ജോർജ് സോറസിൻ്റെ ഉപദേശം തന്നെ എന്താണെന്ന് വെച്ചാൽ കൺജക്റ്റേഴ്സിനെ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ അസത്യ പ്രസ്താവനകൾ. ആ അസത്യ പ്രസ്താവനകൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഒരു വൈകാരികമായ അനിശ്ചിതത്വവും അരാജകത്വവും സമൂഹത്തിൽ സൃഷ്ടിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തം അതേപോലെ ഇവിടെ പ്രവൃത്തിയിൽ എത്തിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഇവിടെ എത്ര ലക്ഷമാണ് അവർക്ക് കിട്ടിയ ഭൂരിപക്ഷമെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇവിടെ വയനാട്ടിൽ 413 ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. തെലങ്കാനയിൽ അവർ ജയിച്ചു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ല.
കർണാടകത്തിൽ അവർ ജയിച്ചു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ല. ജാർഖണ്ഡിൽ ജയിച്ചു, പ്രശ്നമില്ല. ജാർഖണ്ഡിൽ അവർ ജയിച്ചു, മഹാരാഷ്ട്രയിൽ തെറ്റി. മഹാരാഷ്ട്രയിൽ തെറ്റിക്കഴിഞ്ഞപ്പോഴേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കുഴപ്പം. അല്ല, അത് പരിഹാസ്യമാണ് ആ നിലപാട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തു ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ. ഓരോ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഉന്നം വെക്കുകയാണ്. ഈ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. 1 by 1 ഒരു പ്ലാനിൻ്റെ ഭാഗമാണ്. അത് ശരിക്ക് പറഞ്ഞാൽ ജോർജ് സോറോസിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രയോഗം മാത്രമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. അദ്ദേഹം എന്തു പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞ് ഹിറ്റ് ആൻഡ് റണ്ണാണെന്ന് പറഞ്ഞ് ഓർക്കണ്ട. രാഹുൽ ഗാന്ധി വന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിക്കളയുന്നു. അല്ല, ഈ കഞ്ചക്ടേഴ്സ് ഇറക്കി വൈകാരികമായ അസ്ഥിരത ഉണ്ടാക്കി, അസത്യം പ്രചരിപ്പിച്ച് വൈകാരികമായ അസ്ഥിരത ഉണ്ടാക്കി അതാണ് സത്യം എന്നൊരു രീതി വരികയും അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് അടുത്ത അസത്യത്തിലേക്ക് പോവുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ റോൾ മോഡൽ നെഹ്റു അല്ല, സോറസ് ആണെന്നാണ്. ജോർജ് സോറസ് ആണ് രാഹുൽ ഗാന്ധിയുടെ റോൾ മോഡൽ. ജോർജ് സോറസ്, നെഹ്റു ആണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? നെഹ്റു ആണോ? നെഹ്റു ആണ്. 13 പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. നെഹ്റു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്. നെഹ്റു ആണത് ചെയ്തത്. ലിബറൽ ജനാധിപത്യം പറഞ്ഞു. ലിബറൽ ജനാധിപത്യം പറയുകയും 16 പുസ്തകങ്ങൾ നിരോധിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ലിബറൽ, ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ലിബറൽ ജനാധിപത്യം പറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് 356 ഉപയോഗിച്ചിട്ട് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ കേരളത്തിൽ പിരിച്ചുവിടാൻ കഴിഞ്ഞത്? ജനാധിപത്യമല്ലല്ലോ. നെഹ്റുവിൻ്റെ വലിയ കളങ്കം തന്നെയാണ്, അതെല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും ചൂണ്ടിക്കാണും. അല്ല, ചെയ്യാൻ പാടില്ലല്ലോ. പാടില്ല. എനിക്കിഷ്ടമില്ല എന്ന്, അത് വേറെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റുകാരെ പിരിച്ചുവിട്ടതിന് തെറ്റില്ല എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. രീതിയില്ല. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കട്ടെ എന്ന്. അതെ, തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽപ്പിക്കേ. ഇവിടെയും നിങ്ങൾ BJP-യെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക. BJP-ക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ EVM കുഴപ്പം. പിന്നെ അംഗീകരിക്കണ്ടേ? അതല്ല എൻ്റെ ഒരു ജനാധിപത്യം. തോൽവിയും ജയവും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഈ നാറിയവനെ ചുമന്നവനും നാറും എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ആ ജയറാം രമേശിന് സംഭവിച്ചത്. ഇപ്പോൾ EVM-നെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും EVM ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും അവർ ഒരുക്കി കെട്ടിവിടും, മീഡിയയുടെ മുമ്പിൽ വിടുന്നത് ജയറാം രമേശിനാണ്. അയാളുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ യുക്തിശൂന്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ? അപ്പോൾ ഈ രീതിയിൽ ഓരോന്ന് സുപ്രീം കോടതി അത് തന്നെ ഇവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി തെറ്റ്, കോടതികളെല്ലാം തെറ്റ്, കോടതികൾക്ക് ഒന്നും യാതൊരു രക്ഷയില്ല. നമുക്ക് അനുകൂലമാണെങ്കിൽ ശരി. ഇനി വേറൊരു കാര്യം, ലോക്സഭയിൽ കാണിക്കുന്നത് എന്തൊരു ചെറ്റത്തരമാണ്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. ലുംബനിസം എന്നാണ് ചെറ്റത്തരത്തിൻ്റെ ഇംഗ്ലീഷ്. ഈ ലുംബനിസം എന്ന വാക്ക് മാർക്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ലുംബൻ ബൂർഷ്വാസി എന്ന് മാർക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലുംബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറും ഇല്ലാതെ ചുമ്മാ ഹൂളിഗണിസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, പാർലമെൻറ്റിൽ വോട്ട് വാങ്ങി ഇവർ പോയിരിക്കുന്നത് ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും പാർലമെൻറ്റിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർലമെൻറ്റിൽ പറയുന്നു, അതിനല്ലേ ആ വേദി അവിടെ വച്ചിരിക്കുന്നത്. നിങ്ങളെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ പറയുന്നതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? പാർലമെന്റിന്റെയും വിശ്വാസ്യതയും അതിന്റെ അന്തസ്സത്തെ തകർക്കുക എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിൻ്റെ നേരത്തെ തകർത്തു. അപ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ഇങ്ങനെ ഓരോന്നിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ആക്രമിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെയാണ് തുരങ്കം വെക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ അപകടം. അങ്ങനെയാണെങ്കിൽ ഈ സോറോസിന്റെ മാതൃക സർ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനിടയില്ല. വ്യാപകമായ താല്പര്യങ്ങളുണ്ടല്ലോ. സോറോസ് ആദ്യം ശരിപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനല്ലേ. ഒരാഴ്ച കൊണ്ടാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്തത്. ഈ കഞ്ചക്ടേഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് അത് വിട്ട് നിക്ഷേപകരുടെ വിശ്വാസം തകർത്ത് അവരുടെ ഒരു ഇമോഷണൽ അനാർക്കി സെറ്റ് ചെയ്ത് അവരെല്ലാം പണം പിൻവലിച്ച് അന്ന് വരെ സുസ്ഥിരം എന്ന് കരുതിയിരുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്ന് കിടക്കുന്ന ആ ഒറ്റ കാര്യത്തിൽ 10 ലക്ഷം. അതെ, ഞാൻ കണ്ടു അത്. അല്ല സാർ, അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് പക്ഷേ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇതില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എങ്ങനെ നമുക്ക് ചെറുക്കാൻ പറ്റിയതിനെ? അല്ല, ഇതിനെ സത്യം ഞാൻ ചോദിക്കട്ടെ,
സത്യത്തിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനും ഒന്നിനുമില്ല. തീർച്ചയായിട്ടും അതിൽ ഏത് സോറോസിന്റെ മുമ്പിലും ഒരു സോറോസിനും സത്യത്തിനെതിരെ നിൽക്കാൻ സാധ്യമല്ല. സത്യത്തിനെതിരെയാണ് നിൽക്കുന്നത്. അതും ആരുടെ പേരിൽ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കരുതെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. പക്ഷേ അഴകുള്ളവനെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത് നെഹ്റു പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാ നെഹ്റു ഇന്ദിരാഗാന്ധിയായത്. അത് പക്ഷേ ഫിറോസ് ഗന്ധിയിൽ ഗണ്ടിയോ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫിറോസ് എന്നുള്ള മറ്റേ ഇത് അല്ല, പാർസികൾക്കിടയിൽ ഗാന്ധി ഇല്ലല്ലോ. ഇല്ല, അതെന്തോ ഒരു ഗണ്ടിയാണല്ലേ? ഗന്ധി എന്ന് പറഞ്ഞാൽ സെന്റ് വിൽക്കുന്നവര് ആണല്ലേ? ഗന്ധിയാണത്. ഗന്ധി എന്തായാലും നമ്മൾ പരിഷ്കരിച്ച് അല്ല, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാന്യനായ നെഹ്റു തന്നെയാണ് അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിനേക്കാൾ എന്തുകൊണ്ടും ഭാവിയിൽ പ്രയോജനം, അഴക് കൂടുതലുള്ളത് ഗാന്ധിക്കാണെന്ന് കണ്ടിട്ടാണ് നീ അതെടുത്തു എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ദിര ഫിറോസ് ഒരു സംശയവുമില്ല ഇതുപോലെ കാപട്യം സാറിനെ പോലെയാണ് ഉന്നയിക്കുന്നത് ഞാൻ അവിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സെക്കുലറിസം പറഞ്ഞിരുന്ന കക്ഷി സെക്കുലറിസം ഉണ്ടല്ലോ പറയുന്നത്, എങ്ങനെയാണ് 54 വഖഫ് നിയമം ഉണ്ടാക്കിയപ്പോൾ ശരീഅത്ത് പ്രകാരം അതിന് അംഗീകാരം കൊടുത്തത്? 54 അത് നെഹ്റു ആണല്ലോ, നെഹ്റു അല്ലേ കൊടുത്തത്. ഇനി വേണ്ട 47 എങ്ങനെയാണ് നടരാജന് സമർപ്പിച്ച നിവേദ്യച്ചോറും ശൈവ സിദ്ധാന്തപ്രകാരം കാശ്മീരി ശൈവിസത്തിൻ്റെ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് ആജീവനകാന്തം ചക്രവർത്തിയായിരിക്കാനുള്ള ഹോമത്തിൽ പങ്കെടുത്തത് എന്തിനായിരുന്നു? മറ്റേ ഹാരി കോളിൻസും ഡൊമിനിക് ലാപ്പയറും അത് വിസ്തരിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിലുണ്ട്. അത് തന്നെ എനിക്ക് മറ്റേ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആര്, രാമചന്ദ്ര ഗുഹയും. അത് ഓക്കെ. അപ്പോൾ ഈ കാപട്യത്തിന് ഒരു നോബൽ സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നെഹ്റുവിന് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് യഥാർത്ഥ ഗാന്ധിയുടെ ഒരു ദൈവം ഉണ്ടല്ലോ, സത്യം എന്ന ദൈവം. ആ ദൈവത്തെ കൊണ്ട് ഈ സോറസിനെ പോലെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നേരിടാൻ കഴിയും. അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രപിതാവ്, അതാണ് നമ്മുടെ ഒരു ശക്തി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.